ഡിയേഴ്സ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടുന്ന IHRDയുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് NRI അഡ്മിഷനായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് 8 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് IHRDയുടെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ, മോഡൽ ഉൾപ്പെടുന്ന 8 എഞ്ചിനീയറിംഗ് കോളേജുകൾ. അപ്പോൾ ഇതൊക്കെ കോസ്റ്റ് ഷെയറിംഗ് വിഭാഗത്തിലാണ് കേട്ടോ വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളുടെ വിഭാഗത്തിലാണ് IHRDയുടെ കീഴിൽ, KEIPൻ്റെ കീഴിലും KSRTCയുടെ കീഴിലും LBSൻ്റെ കീഴിലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോളേജുകളെല്ലാം തന്നെ 3 ടൈപ്പ് സീറ്റുണ്ട്: മെറിറ്റ്, ഫുൾ മെറിറ്റ്, അതുപോലെ NRI. മെറിറ്റ് സീറ്റും ഫുൾ മെറിറ്റ് സീറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് നമ്മൾ പണ്ടൊക്കെ വിളിക്കുമായിരുന്നു, ഇപ്പോൾ അതിനെ ഫുൾ മെറിറ്റ് സീറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അത് തമ്മിലുള്ള വ്യത്യാസം ഫീസിലുള്ള വ്യത്യാസം തന്നെയാണ്. അതായത് മെറിറ്റ് ഫീസിലേക്ക് നമുക്ക് ഒരു 35,000 മുതൽ 45,000 വരെയൊക്കെ കൊടുത്താൽ മതി. അത് നമ്മുടെ കോളേജ് അനുസരിച്ചിട്ടും കോഴ്സ് അനുസരിച്ചിട്ടും ഇപ്പോൾ വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ഒറ്റ ഫീസായിരുന്നു IHRD എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. പക്ഷേ ഇപ്പോൾ മോഡലൊക്കെ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫീസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ 65,000 മുതൽ 70,000 ഒക്കെയാണ് കോളേജും കോഴ്സ് അനുസരിച്ചിട്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ 2 അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മൾ കീമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമല്ലോ എൻട്രൻസ് കമ്മീഷണർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജുകളിലെല്ലാം തന്നെ 2 സീറ്റ് കാണാൻ പറ്റും, മെറിറ്റും ഫുൾ മെറിറ്റും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മെറിറ്റ് മാത്രം മതിയെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഫുൾ മെറിറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ IHRDയുടെ കോളേജുകളിലൊക്കെ ഇപ്പോൾ ഫുൾ മെറിറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 65,000 മുതൽ 70,000 രൂപ വരെ എന്നുള്ള എമൗണ്ട് ഇല്ലേ, അത് നിങ്ങൾക്ക് 2 പ്രാവശ്യമൊക്കെ ആയിട്ട് കെട്ടാനായിട്ട് സാധിക്കും. മെറിറ്റ് സീറ്റും നമുക്ക് അങ്ങനെ സമ്മതിക്കാറുണ്ട്. അത് കറക്റ്റായിട്ട് ആ ഒരു കോളേജിൻ്റെ ഇതിൽ നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ വേണം കേട്ടോ. അത് മനസ്സിലായല്ലോ. നമുക്ക് ഇയർലി ആണ് ഈ മെറിറ്റ് സീറ്റ് ആണെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുൾ മെറിറ്റ് സീറ്റ് ആണെങ്കിലും ഫീസ് കൊടുക്കേണ്ടത്. അത് നമ്മൾക്ക് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിനീയറിങ്ങിന് ഇനി നമുക്ക് 6 മന്ത് കൂടുമ്പോൾ ഒരു സെമ്മാണ്. അപ്പോൾ നമുക്ക് ഒരു 6 മന്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സെം കഴിയുമ്പോൾ എക്സാം വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫീസ്, ഒരു ഗഡു എന്ന നിലക്ക് അടക്കാം. മനസ്സിലായല്ലോ. അതായത് അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് പകുതി ഫീസ് കൊടുത്തിട്ട് ആ ഒരു സെം കഴിഞ്ഞ് അടുത്ത സെമ്മിലേക്ക് പോകുമ്പോൾ നമ്മൾ സെം രജിസ്റ്റർ ചെയ്യും. ആ ഒരു ടൈമിൽ ബാക്കി ഫീസ് കൊടുക്കാനായിട്ട് IHRDയുടെ കോളേജുകൾ സമ്മതിക്കാറുണ്ട്. NRI ഫീസ് ആണെങ്കിലും മാനേജ്മെൻറ്റ് ഫീസ് ആണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെറിറ്റ് ഫീസും അങ്ങനെ സമ്മതിക്കാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചില കോളേജൊക്കെ 45-40 ഫീസ് വന്നപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് കെട്ടാൻ സമ്മതിക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും നമ്മൾക്ക് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണറുടെ അലോട്ട്മെൻറ്റ് വഴിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കീം ക്വാളിഫൈ ആകാത്ത കുട്ടികൾക്കും ഇപ്പോൾ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഷെയറിംഗ് വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരുമ്പോൾ മെറിറ്റ്, അതായത് നമ്മുടെ കീം റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന കുട്ടികളെ പരിഗണിച്ചതിന് ശേഷം മാത്രം മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഈ കീം ക്വാളിഫൈ ആവാത്തവരെയും പരിഗണിച്ച് അഡ്മിഷൻ കൊടുക്കാറുണ്ട്. മോഡലിലൊന്നും അങ്ങനെ സീറ്റ് ഉണ്ടാവാറില്ല. കീം ക്വാളിഫൈ ആകാത്തവർക്ക് കൊടുക്കാനായിട്ട് സാധാരണ കുറവാണ്. മറ്റു ചില കോളേജുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഒരു കീം ക്വാളിഫൈ ആകാതെ ഇപ്പോൾ ചിലപ്പോൾ കീം എഞ്ചിനീയറിംഗ് നല്ല മാർക്കും അവർക്ക് നല്ല ഹോപ്പും ഉണ്ടാകും, എനിക്ക് മാത്സ് കൊള്ളാം അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും, അങ്ങനെ അതായത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ കീം എൻട്രൻസ് എഴുതാൻ പറ്റിയില്ല എന്നുള്ള ഇതിൽ ചിലപ്പോൾ അങ്ങനെ വിട്ടുപോയവരുണ്ടാവും. പക്ഷേ എക്സാം എഴുതിയിട്ട് ഒരു 10 മാർക്ക് മിനിമം മാത്സിനും അല്ലെങ്കിൽ സെക്കൻഡ് പേപ്പറിനും വാങ്ങാൻ പറ്റാത്തവർ എഞ്ചിനീയറിംഗ് എടുക്കണോ വേണ്ടേ ഒന്ന് ആലോചിക്കുക കേട്ടോ. അതായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ വെറുതെ സപ്ലികൾ വാരി കൂട്ടരുത്. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ കീം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, എനിക്ക് 10 മാർക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് എഞ്ചിനീയറിംഗ് ചെല്ലുമ്പോൾ ഞാൻ മാത്സൊക്കെ നന്നായിട്ട് പഠിക്കും അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നന്നായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഉള്ളവർക്ക് എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കീം ക്വാളിഫൈ 10 മാർക്ക് പോലും വാങ്ങാത്തവർ ഇങ്ങനെ അഡ്മിഷൻ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് രണ്ടാമതൊന്നും ആലോചിക്കാതെ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. ചിലവർക്ക് ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, ഇപ്പോൾ 10th അത്ര മാർക്കില്ലെങ്കിലും +2 വരുമ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവുന്നവരുണ്ട്. ഇനി +2 ഇല്ലെങ്കിലും ഹയർ സ്റ്റഡീസ് വരുമ്പോൾ നന്നായിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൻ്റെ ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും ഒരു ഇതൊക്കെയാണല്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു ലക്ഷ്യബോധം വേണം എന്നുള്ളത് ഓർക്കാം. അപ്പോൾ നമുക്ക് NRI അഡ്മിഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ സീറ്റിൻ്റെ 5% NRI ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 60 സീറ്റ് ഉണ്ടെങ്കിൽ 60 സീറ്റിൻ്റെ 5% അതാണ് NRI സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡലിൽ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന് 6 സീറ്റാണുള്ളത്, CS-ന് 9 സീറ്റും, EEE ഇലക്ട്രിക്കലിന് 3 സീറ്റും, ബയോമെഡിക്കലിന് 3 സീറ്റും, മെക്കാനിക്കലിന് 3 സീറ്റ്, CU 3 സീറ്റ്, EV 3 സീറ്റ്. ഇത്രയുമാണ്
മോഡലിൽ ടോട്ടൽ സീറ്റ് എന്ന് പറയുന്നത് 30 സീറ്റാണ് ടോട്ടലിൽ മോഡലിൽ ആകെ വരുന്ന NRI സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു IHRD കോളേജ് നിങ്ങൾ റേറ്റിംഗ് ചോദിച്ചാൽ പറയും ചെങ്ങന്നൂർ എന്ന് നമുക്ക് പറയാൻ പറ്റും, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. അപ്പോൾ ചെങ്ങന്നൂർ ടോട്ടൽ 21 സീറ്റാണ്. ഏതൊക്കെയാണ് എന്നുള്ളത് പ്രോസ്പെക്ടസ് ഞാൻ എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 21 സീറ്റാണ്. ഇനി കോളേജ് ഓഫ് അടൂർ 18 സീറ്റാണ് നമുക്ക് NRI സീറ്റുള്ളത്. കരുനാഗപ്പള്ളിയിൽ 13 സീറ്റും അതുപോലെ തന്നെ കല്ലൂർപ്പാറയിൽ 14 സീറ്റുമാണുള്ളത്. അപ്പോൾ ടോട്ടൽ സീറ്റിന് 5% അത് നിങ്ങൾ കണക്കാക്കിയാൽ മതി കേട്ടോ. ഇനി ചേർത്തലയ്ക്ക് 14 സീറ്റാണ് ടോട്ടലായിട്ടുള്ളത്, എല്ലാ ബ്രാഞ്ചിലും കൂടിയിട്ടുള്ള സീറ്റിൻ്റെ കണക്കാണ് കേട്ടോ പറയുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ 9 സീറ്റ്, കൊട്ടാരക്കര 9 സീറ്റ്, ഇത്രയാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇനി പ്രോസ്പെക്ടസ് എടുക്കുമ്പോൾ കോഴ്സുകൾ ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ഇവിടെ ആ ഒരു കോഴ്സിൻ്റെ കോഡും ഏത് കോഴ്സാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. CU കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റമാണ്, മോഡലിലുള്ള ഒരു കോഴ്സ് തന്നെയാണത്. പിന്നെ EV എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് VLSI ഇപ്പോൾ ഇത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. VLSI ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ECയുടെ കൂടെ വരുന്നത് നല്ല ഒരു കോഴ്സായിട്ടാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. NRI അഡ്മിഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ മോഡലിൽ ഞാൻ തന്നെ കുട്ടികളോടും അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനോടും അല്ലെങ്കിൽ എന്നോട് അറിയുന്നവരോടൊക്കെ പറയും, മോഡലിൽ നിങ്ങൾക്ക് ലാഭമല്ലേ, ഒരു NRI സീറ്റ് എടുത്താൽ പ്ലേസ്മെൻറ്റ് ഷുവറാണ്, വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാമെന്ന്. അതായത് പക്ഷേ മോഡലിൽ ഇപ്പോൾ NRI ഫീസ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. EC CS ആൻഡ് അലൈഡ്, അതായത് ECയുടെയും CSൻ്റെയും അനുബന്ധ കോഴ്സുകളിലേക്ക് ആ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് ട്യൂഷൻ ഫീസ് തന്നെ ഇപ്പോൾ 2 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ അത് അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ നമ്മൾക്ക് എല്ലാ ബ്രാഞ്ചിലും ഏത് ബ്രാഞ്ചാണെങ്കിലും ഏത് കോളേജാണെങ്കിലും നമ്മൾക്ക് 1,25,000 രൂപ ഒരു ഡെപ്പോസിറ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള നിലയ്ക്ക് കൊടുക്കണം. അത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ ആ 1,25,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ട്യൂഷൻ ഫീസ് 2 ലക്ഷമാണ്. അത് നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് കൊടുക്കാം. ഇനി അതിലും കടുക്കളാക്കാനായിട്ട് വ്യവസ്ഥകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കോളേജിൽ തന്നെ ചോദിക്കേണ്ടി വരും. നമുക്ക് ഇതുവരെ ഇത്ര ഒരു എമൗണ്ട് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് 1,25,000 ആയിരുന്നപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് 2 സെമ്മിൽ കൊടുക്കാമായിരുന്നു. അതിൽ കൂടുതൽ 2 സെം എന്തായാലും കൊടുക്കാം. പക്ഷേ അതിൽ കൂടുതൽ കടുക്കളാക്കാനുള്ള വ്യവസ്ഥ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കോളേജിൽ തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ മോഡലിൽ EC CS അല്ലെങ്കിൽ അതിനോട് ചേർന്ന ബ്രാഞ്ചുകൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഏത് കോഴ്സാണ് CU, അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അലൈഡ് കോഴ്സുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾക്കാണ് 2 ലക്ഷം പറയുന്നത്. മറ്റ് ബ്രാഞ്ചിനെല്ലാം 1,50,000 രൂപയാണ്. ഇനി ചെങ്ങന്നൂരാണെങ്കിൽ CSഉം അതിനോടനുബന്ധ കോഴ്സുകൾക്ക് 1,50,000 രൂപയും അതർ ബ്രാഞ്ചസ് 1,10,000 രൂപയുമാണ്. അടൂർ CSന് 1,25,000 രൂപയും അതർ ബ്രാഞ്ചസ് 1 ലക്ഷം രൂപയാണ്. ബാക്കി എല്ലായിടത്തും 1 ലക്ഷം രൂപയാണ് എല്ലാ കോഴ്സിനും വരുന്നത്. പക്ഷേ ഇവിടെ എല്ലായിടത്തും തന്നെ 1,25,000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് നമുക്ക് പോരുമ്പോൾ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫീസും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്കൊരു 1000 രൂപയുണ്ട്. അവിടെ നമുക്ക് ഇന്ന കാറ്റഗറി ആണെന്ന് വിചാരിച്ചിട്ട് ഫീ കൺസെഷൻ ഒന്നും ഇല്ല കേട്ടോ. സാധാരണ നമുക്ക് SC ST ക്കൊക്കെ ഫീ കൺസെഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ NRI അഡ്മിഷനാണ് NRI എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഫീസൊക്കെ കൊടുക്കാൻ സാധിക്കുന്നവരാണല്ലോ എടുക്കുക. സോ അവിടെ ഫീ കൺസെഷൻ ഒന്നുമില്ല. നമുക്ക് എല്ലാവരും 1000 രൂപ തന്നെ കൊടുക്കണം കേട്ടോ. എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ +2ന് 45% മാർക്ക് ഇൻ മാത്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പുട്ട് ടുഗദർ ആണ് പറയുന്നത്. പിന്നെ ഓരോന്നിനും ആ ഒരു മാർക്ക് നമ്മുടെ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് എലിജിബിലിറ്റി പറയുന്നുണ്ട്. അതായത് കീം എൻട്രൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എത്ര വേണം എന്നുള്ള ആ എലിജിബിലിറ്റി തന്നെയാണ്. പക്ഷേ SC ST കാൻഡിഡേറ്റ്സിന് ജസ്റ്റ് പാസ്സായാൽ മതി. അപ്പോൾ അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ NRI.IHRD.AC.in എന്നുള്ള വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ NRI അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റിലും ലിങ്ക് ഉണ്ടാവും. അതിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പിന്നെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കൂടി. നമ്മൾ ഏത് കോളേജിലാണോ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ പോസ്റ്റ് വഴിയാണെങ്കിലും ഒരു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതിന് മുമ്പ് കോളേജിൽ എത്തേണ്ടതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത ആ ഒരു ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും കുറച്ച് രേഖകൾ പറയുന്നുണ്ട്, താഴോട്ട് പറയാം. ആ രേഖകളും കൂടി നമ്മൾ എടുത്തിട്ട് അത് കോളേജിൽ കൊണ്ടുപോയി ഏൽപ്പിക്കണം. ഏത് കോളേജിൽ കൊടുക്കുന്നുണ്ടോ അതിൽ കൊടുക്കണം. പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, അതൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫോർ അഡ്മിഷൻ ടു BTech കോഴ്സ് അഗെയിൻസ്റ്റ് NRI seat to be completed online through the website portal NRI.IHRD.AC.in available from official website of college concerned. അപ്പോൾ ഈ IHRDയുടെ വെബ്സൈറ്റിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് അത് ഏത് കോളേജാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്
ആ ഒരു കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ട്. ഇവിടെ സെപ്പറേറ്റ് അണ്ടർലൈൻ എടുത്ത് കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഫോർ സീക്കിംഗ് അഡ്മിഷൻ ടു ഈച്ച് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ IHRD. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജിൽ IHRDയുടെ NRI അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ നിങ്ങൾ മോഡലിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോഡലിൽ സെപ്പറേറ്റ് അഡ്മിഷൻ കൊടുക്കണം, ചെങ്ങന്നൂർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ സെപ്പറേറ്റ് അഡ്മിഷൻ കൊടുക്കണം. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കണം. ആപ്ലിക്കേഷൻ ഫീസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അതത് കോളേജിൽ ഏൽപ്പിക്കുകയും വേണം കേട്ടോ. പ്രിൻ്റ് ഔട്ടും കുറച്ച് രേഖകളും അത് ഞാൻ താഴോട്ട് പറയാം. ഓക്കെ. പിന്നെ ഫീസ് തിരിച്ച് കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. 1000 രൂപ നമ്മൾ കൊടുക്കുന്നത് തിരിച്ച് കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം. നേറ്റിവിറ്റി പ്രൂഫ്, അതിനായിട്ട് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി പറയുന്നുണ്ടെങ്കിൽ അത് മതി. ബർത്ത് പ്രൂഫായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. നേറ്റിവിറ്റി പ്രൂഫായിട്ട് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കീവിൽ പറയുന്നുണ്ട് പ്രോസ്പെക്ടസിൽ, അത് നിങ്ങൾക്ക് ഇത് രണ്ടുമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ എല്ലാം കോപ്പി അഡ്മിഷൻ്റെ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കിയാൽ മതിയാവും കേട്ടോ. ഇനി മാർക്ക് ലിസ്റ്റ്, നമ്മുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നിങ്ങൾ തന്നെ സൈൻ ചെയ്യാന്നുള്ളത്, നിങ്ങളുടെ സൈൻ ചെയ്യാന്നുള്ളതാണ് സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ SC/ST നേരത്തെ പറഞ്ഞില്ലേ, SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ പാസ് പെർസെൻറ്റേജ് ഇത്ര മതി, ജസ്റ്റ് പാസ്സായാൽ മതി നമ്മൾക്ക് +2 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് അങ്ങനെയുള്ളവരാണെങ്കിൽ SC/STയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. SC/ST ആണെന്നുള്ള കമ്മ്യൂണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം, അതിൻ്റെ കോപ്പി കൊടുക്കണം. പിന്നെ നിങ്ങൾ 100 രൂപ ഫീസ് അടച്ചില്ലേ, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് NRI സർട്ടിഫിക്കറ്റ്, നിങ്ങൾ NRI ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഈ സ്പോൺസറുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് NRI അക്കൗണ്ടിൻ്റെ ബാങ്ക് സർട്ടിഫിക്കറ്റ്, പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ആക്സെപ്റ്റ് ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുൾ അഡ്രസ്സും അതുപോലെ അബ്രോഡ് ഫോൺ നമ്പറൊക്കെ ഉൾപ്പെടണം അതിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാം, അത് സ്പോൺസറിൻ്റെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ എംബസിയിൽ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾക്ക് NRI ആണെന്ന് പ്രൂഫ് ചെയ്യാനുള്ളത് വേണ്ടത്. ഇനി മറ്റൊരു വേണ്ടത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷൻ നിർബന്ധമായിട്ട് എല്ലാവരും കൊടുക്കണം. അത് നിങ്ങൾ ഇതിൻ്റെ ഫോമാറ്റ് ഇതിൽ തന്നെയുണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അവിടെ സിഗ്നേച്ചർ ഓഫ് ഡിക്ലറൻറ്റിൻ്റെ സിഗ്നേച്ചർ വേണം, പിന്നെ അബ്രോഡിലുള്ള ഫുൾ അഡ്രസ്സും വേണം കേട്ടോ, പേരും അദ്ദേഹത്തിൻ്റെ ഫുൾ അഡ്രസ്സും വേണം. ഇനി സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ PCMൻ്റെ മാർക്കിൻ്റെ ബേസിലാണ്, മാത്സ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ മാർക്കിൻ്റെ ബേസിലാണ് നമുക്കിതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതത് കോളേജുകളാണ്. റാങ്കിൽ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കരുത്, വീട്ടിലേക്ക് വന്ന് വിളിച്ചു പറയുമെന്ന് വിചാരിച്ചിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് ഇന്ന റാങ്ക് മുതൽ ഇന്ന റാങ്ക് വരെ ചെല്ലാൻ പറയും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു കോൾ വന്നേക്കാം, അത് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ടാവും. അതനുസരിച്ചിട്ട് ഏത് കോളേജിൻ്റെ NRI അഡ്മിഷനാണോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത് ആ കോളേജിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. ഇനി ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നോ സെപ്പറേറ്റ് മെമ്മോ വിൽ ബി സെൻഡ് ടു ദി സെലക്റ്റഡ് ഓർ വെയിറ്റിംഗ് ലിസ്റ്റ് കാൻഡിഡേറ്റ്സ്. അങ്ങനെയൊന്നും അറിയിക്കില്ല. അത് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. മോഡലിലേക്ക് കാര്യം പറയുമ്പോൾ ആ ലിസ്റ്റൊക്കെ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ തലേന്നിട്ട് നിങ്ങളുടെ അടുത്ത് പിറ്റേന്ന് എല്ലാം പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ കഴിയുന്നത് വരെ നിങ്ങൾ റെഗുലറായിട്ട് വെബ്സൈറ്റ് നോക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് 4/7/2024 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് 5-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് 26/7/2024 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ, ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും പിന്നെ നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റുകളും അതത് കോളേജിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞത്, അതിന് നമുക്ക് 29/7/2024 5 മണി വരെയാണ് ടൈം തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ 5-ാം തീയതി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റുമായിട്ട് അത് കോളേജിൽ ഈ പറയുന്ന 29-ാം തീയതിക്ക് മുമ്പ് ഏൽപ്പിക്കുക കേട്ടോ. 5 മണി വരെ സമയമുള്ളൂ. ഇനി ആ അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് 30/7/2024 5 മണിക്ക് നിങ്ങൾ ഏത് കോളേജിലാണോ അപ്ലൈ ചെയ്തേക്കുന്നത് അവരുടെ വെബ്സൈറ്റ് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഒരു ദിവസം മുമ്പേ വന്നേക്കാം. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ 30 തന്നെ നോക്കിയിരിക്കരുത്.
നിങ്ങൾ വേണമെങ്കിൽ ഒരു ദിവസം മുമ്പ് നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം. ഇനി ഈ കൊടുത്തവരിൽ നിന്ന് PCMന്റെ മാർക്കൊക്കെ നോക്കിയിട്ട് അവരൊരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ഇടും. അത് 31-ാം തീയതിയാണ്, 31/7/2024 പിന്നെ അതിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ PCMന്റെ മാർക്ക് കറക്റ്റ് ആണോ, അതിലെന്തെങ്കിലും എറർ ഉണ്ടോ, നിങ്ങളുടെ മാർക്കും ഒക്കെ തമ്മിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതായത് അത് കോളേജിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അത് അറിയിക്കാം. എന്നിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് 1/8/2024 ഇടും അവർ കേട്ടോ. ഇനി ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ ആൻഡ് അഡ്മിഷൻ, അതിനിടയ്ക്ക് വെബ്സൈറ്റ് ഒന്ന് നോക്കുക. ചിലപ്പോൾ ഇത്ര റാങ്ക് വരെയുള്ള കുട്ടികളെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ മോഡലിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2/8/2024 NRI അഡ്മിഷൻ്റെ ഡേറ്റ്. ചെങ്ങന്നൂർ 5/8/2024. അപ്പോൾ നിങ്ങൾക്ക് ആ സെലക്ഷൻ കിട്ടിയവരാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റും ഫീസായിട്ട് ആ ദിവസം പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും കേട്ടോ. അടൂർ 6-ാം തീയതിയാണ്, ചേർത്തല അതുപോലെ തന്നെ കല്ലൂർപ്പാറ, ആറ്റിങ്ങൽ, കരുനാഗപ്പള്ളി, ആറ്റിങ്ങൽ വരെ 6-ാം തീയതി തന്നെയാണ്. കരുനാഗപ്പള്ളിയും കൊട്ടാരക്കരയും 7-ാം തീയതിയാണ്. പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും 8/8/2024. അപ്പോൾ നിങ്ങൾ NRI അഡ്മിഷൻ ആണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, അങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും എന്നുള്ളത് എന്തായാലും കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കീം NRI വേണ്ടെങ്കിൽ ഇങ്ങനെ അപേക്ഷ കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ IHRD കോളേജിലൊക്കെ സാധാരണ NRI അഡ്മിഷൻ എടുത്താലും നമുക്ക് ഈ വർഷത്തെ കാര്യം അറിയില്ല കേട്ടോ. ഇതുവരെ നമ്മൾ NRI അഡ്മിഷൻ എടുത്താലും നമുക്ക് കീം അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ ഇപ്പോൾ മോഡലിൽ നിങ്ങൾ NRI അഡ്മിഷൻ എടുത്തു, നിങ്ങൾ കീം റാങ്ക് ലിസ്റ്റ് വന്നു, ഓപ്ഷൻസ് കൊടുത്തു, നിങ്ങൾക്ക് മോഡലിൽ തന്നെ വേറൊരു കോഴ്സാണെങ്കിലും ബ്രാഞ്ച് ആണെങ്കിലൊക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് മാറാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഫീസൊക്കെ തിരിച്ചു തരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ വരെ കാര്യമാണ് പറയുന്നത്. ഈ വർഷം അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെടുത്ത് പറയുന്നത് മോഡലിൻ്റെ വെബ്സൈറ്റാണ് കേട്ടോ. നിങ്ങൾ മോഡലിൻ്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ ക്രോം എടുക്കാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് കിട്ടാൻ പാടുണ്ടാവും. ഫോണിലാണെങ്കിൽ നിങ്ങൾ ഫയർഫോക്സ് എടുത്തിട്ട് ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കും. അപ്പോൾ മോഡലിൻ്റെ വെബ്സൈറ്റ് ഇതാണ്, mec.ac.in ആണ്. വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു BTech NRI അഡ്മിഷൻ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ അപ്ലൈ ഓൺലൈൻ ഉണ്ട്. ഓക്കെ, ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5/7/2024 ഭയങ്കരമായിട്ട് ഫീസ് സ്ട്രക്ചർ കൂടിയേക്കണം. എനിക്ക് സോ സാഡ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ അറിയുന്നവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മോഡലിൽ ഇത്തിരി പൈസ കൊടുത്താണെങ്കിലും, കാരണം 1.25 ആയിരുന്നു അവിടുത്തെ ട്യൂഷൻ ഫീസ്. അപ്പോൾ നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് എടുക്കാമല്ലോ, നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സോ സാഡ്, 2 ലക്ഷം രൂപയായിട്ട് ട്യൂഷൻ ഫീസ് ഉയർത്തിയിട്ടുണ്ട്. അത് മാത്രമേ ഡിമാൻഡ് ഉണ്ട് കേട്ടോ മോഡലിൽ. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്. ഇതിലൂടെയാണ് നിങ്ങൾ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഇവിടെ കാണും. അപ്ലൈ ഓൺലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. സെലക്ട് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് കോളേജാണ്, മോഡലാണോ ചെങ്ങന്നൂരാണോ ഏത് കോളേജാണോ, ഇപ്പോൾ ഞാൻ മോഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് അവിടെ നിങ്ങൾക്ക് ഏതാണ് ഫസ്റ്റ് ചോയ്സ്. ഇപ്പോൾ CS ആണെങ്കിൽ അത് കൊടുക്കാം, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് കൊടുക്കാം, ഇലക്ട്രോണിക്സ് ആൻഡ് മാത്തമാറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഏതാണോ ഫസ്റ്റ് ചോയ്സ്, ഞാൻ ഇലക്ട്രോണിക്സ് കൊടുത്തു. സെക്കൻഡ് ചോയ്സ് ഏതാണോ അത് കൊടുക്കുക, CS ആണെങ്കിൽ CS കൊടുത്തു. തേർഡ് ചോയ്സ് ഏതാണോ അത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചോയ്സുകൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരൊക്കെ, അല്ലെങ്കിൽ ആരാണ് ഫാദറിൻ്റെ പേര് കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ മദറിൻ്റെ പേര് ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം അത് കൊടുക്കാം. നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ. ഈ റെഡ് സ്റ്റാർ ഇട്ടിട്ടില്ലേ, അതൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ളതാണ്, അതൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കണം. നാഷണാലിറ്റി കൊടുക്കണം. പിന്നെ നെയിം ഓഫ് ഡോക്യുമെൻ്റ് ഓഫ് പ്രൂഫ് ഓഫ് NRI സ്റ്റാറ്റസ് ഏതാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു, അതായത് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ NRIയുടെ ഒരു പ്രൂഫും കൂടി കൊടുക്കണം എന്നുള്ളത്, അപ്പോൾ അത് ഏതാണെന്നുള്ളത് അവിടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, മൊബൈൽ നമ്പർ, ഇതൊക്കെ വിളിച്ചാൽ കിട്ടുന്നതും മെസ്സേജ് വന്നാൽ അറിയുന്നതൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മൊബൈലിലൊക്കെ വിളിച്ച് അറിയിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി അങ്ങനെ ഒരു പ്രതീക്ഷ എടുക്കരുത്, നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൊബൈൽ നമ്പറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വിളിച്ചാൽ കിട്ടുന്നതൊക്കെ കൊടുക്കുക കേട്ടോ. വാട്സാപ്പ് നമ്പറും കറക്റ്റായിട്ടുള്ളത് കൊടുക്കുക. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ കാസ്റ്റ്, റിലീജിയൻ, ആധാർ നമ്പറും കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ്, കോൺടാക്റ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് NRI വിത്ത് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ ചോദിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് എന്താണ് നിങ്ങളും NRI ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏത് ബോർഡൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ രജിസ്റ്റർ നമ്പറും, അതായത് നിങ്ങൾ റിസൾട്ട് നോക്കുന്ന ആ നമ്പർ, അതാണ് രജിസ്റ്റർ നമ്പർ കേട്ടോ. ഇനി എത്ര ചാൻസ് എടുത്തു നിങ്ങൾ 12th പാസ്സാവാൻ എന്നുള്ളതാണ്. പിന്നെ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡീഡ് ഫോർ, അതായത് +2 നിങ്ങൾ പഠിച്ച
ഏത് ഇതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ടാവും. അത് തന്നെ അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഇയർ ഓഫ് പാസിംഗ് ചോദിച്ചിട്ടുണ്ട്, മന്ത് ഓഫ് പാസിംഗ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കി തന്നെ കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാർക്ക് ഒബ്റ്റെയിൻ ആൻഡ് മാക്സിമം മാർക്ക് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ. +2 മാർക്കാണ് ചോദിച്ചേക്കുന്നത്. മാർക്ക് ഒബ്റ്റെയിൻഡ് മാക്സിമം മാർക്ക്, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് എത്രയിലായിരുന്നു, മാക്സിമം അതിൻ്റെ മാർക്ക് എത്രയാണ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്. ഓക്കെ, ഫിസിക്സിന് ടോട്ടൽ എത്രയിലായിരുന്നു, അതിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്, അതാണ് പറയുന്നത്. കാരണം അതങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേറ്റ് ബോർഡ് പഠിച്ചവർക്കൊക്കെ നമുക്കറിയാം +1 +2 മാർക്ക് ഒരുമിച്ചാണ് വരുന്നത് അല്ലേ. ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ മാർക്ക് റെഫർ ടു മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ക്ലാസ് 12th എക്സാമിനേഷൻ ഓഫ് CBSE ആൻഡ് ICSE THSC ആൻഡ് ദ കമ്പൈൻഡ് മാർക്ക് ഓഫ് ക്ലാസ് 11th ആൻഡ് 12th ഓഫ് HSSC. അതായത് ഈ നമുക്ക് ഈ CBSEക്കൊക്കെ 12th മാർക്ക് മാത്രമാണ് ആഡ് ചെയ്ത് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് ഗവൺമെൻറ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 11th 12th കൂടി മാർക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഫൈനൽ മാർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കാണിച്ചേക്കുന്നത് അങ്ങനെ കൊടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഓർത്താൽ മതി, ഈ ടോട്ടൽ മാർക്ക് കൊടുക്കൂലേ, ആ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് അതിലെത്രയാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, 200-ലാണെങ്കിൽ 200 മാക്സിമം മാർക്ക് കൊടുത്തിട്ട് അതിൽ മാർക്ക് ഒബ്റ്റെയിൻഡ് എത്രയാണ് കിട്ടിയേക്കുന്നത് അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സർട്ടിഫിക്കറ്റുകളുടെ മാർക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മാക്സിമം മാർക്ക് എന്നുള്ള കോളം കൊടുത്തേക്കുന്നതും നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഒബ്റ്റെയിൻഡ് എന്നുള്ള ആ ഒരു കോളം കൊടുത്തേക്കുന്നതും. ഓക്കെ, പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ക്യാൻ ബി പെയ്ഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. അതായത് രജിസ്ട്രേഷൻ ഫീസ് പേ ചെയ്യാനുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ DD അങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. അതിവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അതിൽ തന്നെ ചെയ്യാം. എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ ID നമ്പറും എമൗണ്ട് ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷനൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. യു ക്യാൻ ഡൗൺലോഡ് യുവർ ആപ്ലിക്കേഷൻ PDF ആഫ്റ്റർ സബ്മിറ്റിംഗ്. യൂസ് ദ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ ദ സക്സസ് പേജ് ഓർ യുവർ ആപ്ലിക്കൻ ലോഗിൻ. അപ്പോൾ അത് സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു പേജ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഇത് വരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് പ്രിൻ്റ് ഔട്ട് ആവശ്യമുള്ളതാണ് കേട്ടോ. അവിടെ യൂസ് ദ ലിങ്ക് പ്രൊവൈഡഡ് ഇൻ ദ സക്സസ് പേജ് ഓർ യുവർ ആപ്ലിക്കൻ ലോഗിൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സക്സസ് പേജിൽ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കൻ ലോഗിനിൽ നോക്കുക കേട്ടോ. അതെന്തായാലും നമുക്ക് വേണം, ശ്രദ്ധിക്കുക കേട്ടോ. ഫോണിൽ ചെയ്യാൻ നല്ലത് നമുക്ക് ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഫോണിലാണെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് ഒന്ന് മാറ്റിയിട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോണിലും നല്ലത് ഇത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു പോയോന്ന് അറിയില്ല, മോഡൽ എടുക്കുമ്പോൾ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ എടുക്കണ്ട, ഫയർഫോക്സിൽ എടുക്കുക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ വായിച്ചില്ലേ പ്രോസ്പെക്ടസ്, അതിവിടെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. നോട്ടിഫിക്കേഷൻ ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫോൺ നമ്പേഴ്സാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ നന്നായിട്ട് പറഞ്ഞുതരുന്ന സാർമാരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി, അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും കേട്ടോ. ഏത് കോളേജിൽ വിളിച്ചാലും, ഇപ്പോൾ IHRD ഏത് കോളേജിൽ വിളിച്ചാലും നിങ്ങൾക്ക് NRIയുടെ അഡ്മിഷനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന കോളേജ് തന്നെ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് മോഡലിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ചെങ്ങന്നൂർക്ക് വിളിച്ചോ, കുഴപ്പമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്നവർ പറഞ്ഞിരുന്നത് സെയിം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, പറഞ്ഞാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് നോക്കുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.